നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ശേഖരിച്ച കണക്ക് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടില്ലെന്ന് CPIM വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ഈ കുട്ടിക്കിഴിക്കലുകളുടെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ പരമ്പരാഗത വോട്ടുകൾ, അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ, ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പോയിരുന്നു എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ആ മട്ടിലുള്ള ഒരു അവലോകനം കൂടി ഇത്തവണ ഉണ്ടാവുമോ? ഉന്മേഷ്, സ്വാഭാവികമായും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടലുകളുടെയും കിഴിക്കലുകളുടെയും ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. എല്ലാ മുന്നണികളും നേതൃയോഗങ്ങൾ ചേരുകയും അവർക്ക് എത്ര സീറ്റുകൾ ലഭിക്കും, അതുപോലെ തന്നെ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നടക്കമുള്ള വിലയിരുത്തലുകൾ നടത്തുകയാണ്. അതിനിടയിലാണ് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. മണ്ഡലം കമ്മിറ്റികൾ വഴി ശേഖരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ കണക്കുകളാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ CPIM-ന്റെ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരും, LDF സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്നുള്ള ഒരു വിലയിരുത്തലാണ്. 72 മുതൽ 82 വരെ മാർജിനിൽ സീറ്റ് ലഭിക്കാമെന്നുള്ള കാര്യം കൂടി CPIM വിലയിരുത്തുന്നുണ്ട്. അതിൽ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളടക്കം പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. ആ സാഹചര്യത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലവിലെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ വയനാട് ഫണ്ടിന്റെ അടക്കം കാര്യത്തിൽ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ജനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടകളായി CPIM-ഉം അതുപോലെ തന്നെ LDF-ഉം കണക്കുകൂട്ടിയിരുന്ന പയ്യന്നൂരും തളിപ്പറമ്പും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ട് കുറയാനുള്ള, ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പയ്യന്നൂരും തളിപ്പറമ്പും ആണെങ്കിലും 49,000-അടുത്താണ് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ അത് പകുതിയായി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. കോട്ടയ്ക്ക് വിള്ളൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കണക്കൂട്ടലുകൾ കൂടിയുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ അതിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. കടുത്ത മത്സരം പല മണ്ഡലങ്ങളിലും, അത് വാമനപുരം അടക്കമുള്ള കാട്ടാക്കടയും കഴക്കൂട്ടവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം LDF നേരിട്ടു എന്നുള്ള കണക്കുകൂട്ടൽ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലയിടത്തും പല മന്ത്രിമാരും, അത് K രാജൻ അടക്കമുള്ള, ചിഞ്ചുറാണി അടക്കമുള്ള മന്ത്രിമാരും കടുത്ത മത്സരം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മത്സരം നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ മാർജിനിലെങ്കിലും വിജയിച്ചു കയറും ഇവരെല്ലാം എന്നുള്ള കണക്കുകൂട്ടൽ കൂടി CPIM-നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ മണ്ഡലം കമ്മിറ്റിയുടെ ഈ വിലയിരുത്തലുകളെല്ലാം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി കേൾക്കേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങൾ അതുകൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നുള്ളതാണ് അറിയുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.